എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഒരു സാൻഡ് വില്ലേജിലെ ടക്കമൊരു പക്ഷിയെ കാണിക്കുന്നു. അതങ്ങനെ പറന്നു വന്ന് ഇപ്പൊ ലീഫ് വില്ലേജിലുള്ള പക്ഷികളുടെ കൂടെ വന്നിരിക്കും. ലീഫ് വില്ലേജിലെ ഷിനോബീസ് ആ ഒരു പക്ഷിയെ കണ്ട് ഇപ്പൊ വണ്ടറടിക്കും. അത് ടക്കമൊരു പക്ഷിയാണ്. അത് ഇവിടേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ജെന്യൂൻ ആയിട്ടുള്ള കാരണമുണ്ട്. അവരൊടനെ ഇപ്പൊ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബോഡിയിലുള്ള ഒരു ലെറ്റർ പുറത്തേക്കെടുക്കും. അതേസമയം ഇവിടെ കുട്ടപ്പനും സാക്കുറയും കാക്കാഷിയും ആവട്ടെ പുതിയ മിഷന് വേണ്ടി മുൻപോട്ട് നടന്നു പോവാണ്. അപ്പൊ അതിനിടയിലൂടെ നമ്മുടെ ആൾക്കാരെ തട്ടിമാറ്റി ഒരു പെണ്ണാവട്ടെ മുൻപോട്ട് ഓടിപ്പോവും. അത് കണ്ട് കാക്കാഷി പറയും അവള് സൈബർ ടീമിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥയാണ്, എന്തോ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഇപ്പൊ അവളാവട്ടെ ഓടി വന്ന് ടക്കമൊരു പക്ഷി കൊണ്ടുവന്ന ആ ഒരു ലെറ്റർ അത് വായിക്കാൻ തുടങ്ങും. അവളത് ചെക്ക് ചെയ്തിട്ട് ഇതൊരു എ ലെവൽ മിഷനാണ്, സാൻഡ് വില്ലേജില് ഇപ്പൊ എന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് അവള് പറയുന്ന അതേ സമയത്ത് ഇവിടെ സാസുരി വില്ലൻ അവനൊരു എട്ടുകാലിയുടെ രൂപത്തിലായി ഇപ്പൊ കങ്കൂറയ്ക്ക് നേരെ മൊരച്ച് മൊരച്ച് നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ട് ഇപ്പൊ ദാദർ വില്ലൻ ചോദിക്കും, ഈ ഗാറയ്ക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നീയാണ് പപ്പടുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇവന്റെ ബ്രദർ കാങ്കറ എന്നവൻ ചോദിക്കുമ്പോ കങ്കൂറ പറയും അത് ഞാൻ തന്നെയാണ്, പക്ഷെ എന്റെ പേര് കാങ്കറയല്ല, കങ്കൂറ. കങ്കൂർ ആ ഗ്യാപ്പില് വീണ്ടും ചാടി വന്ന് ഗാറെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ സാസുരി വില്ലൻ അവൻ നിസ്സാരക്കാരനല്ല. അവനൊട്ടനെ ഇപ്പൊ അവന്റെ വാലുപയോഗിച്ച് കങ്കൂറെ അടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ താഴേക്കിടും. അപ്പൊ സാസുരി വിളിച്ചു പറയും, നീ ഗാറയും കൊണ്ട് പോയിക്കോ, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം. സാസുരി ഫുൾ കലിപ്പില് ഇപ്പൊ കങ്കൂറയോട് പറയും, നിന്റെ ഓപ്പണന്റ് അത് ഞാനാണ്, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്ക്. കട്ട് ചെയ്താ ഇപ്പൊ സാൻഡ് വില്ലേജില് മാസ്റ്റർ പറയും എല്ലാവരും വളരെ സൂക്ഷിച്ചു വേണം ഓരോ മൂമെന്റ്സും വെക്കാൻ. വില്ലന്മാരുടെ ഒരുപാട് ട്രാപ്സ് ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. നമുക്കാദ്യം കങ്കൂറെ രക്ഷിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരുമിച്ച് ഗാറയെ തിരിച്ചെടുക്കണം. ഗാറെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പ് അവിടേക്ക് ഓടിയെത്തും. മാസ്റ്റർ പ്രത്യേകമായിട്ട് പറയും ആരും ഫൈറ്റ് ചെയ്യരുത്, എല്ലാവരും ഒളിഞ്ഞിരുന്ന് അവരെ കണ്ടുപിടിക്കണം. ആരാണോ അവരെ ആദ്യം കണ്ടെത്തുന്നത് അവര് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കട്ട് ചെയ്ത ഇവിടെ കങ്കൂറ ആവട്ടെ അവന്റെ പപ്പട്സിനെ ഉപയോഗിച്ചുകൊണ്ട് വില്ലന് ചുറ്റും ഇപ്പൊ കറങ്ങി കറങ്ങി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കങ്കൂറ എത്രയൊക്കെ സ്പീഡില് വില്ലനെ കറങ്ങി അറ്റാക്ക് ചെയ്തിട്ടും വില്ലനാവട്ടെ അതെല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ്. വില്ലൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ കങ്കൂറ ആവട്ടെ ഇപ്പൊ മണ്ണിന്റെ അടിയിലൂടെ വന്ന് സാസുരെ ഇട്ടിച്ചു തെറിപ്പിക്കും. എന്നിട്ടുടൻ കങ്കൂറ ആവട്ടെ അവന്റെ പപ്പടിനെ തുറന്ന് അതിലേക്ക് സാസുരെ ഇട്ട് അങ്ങനെ തന്നെ ലോക്ക് ചെയ്യും. കങ്കൂറ ഉടനെ ഇപ്പൊ ഒരുപാട് കൈകളും കത്തികളും ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു പപ്പടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കുത്തി അങ്ങോട്ട് കയറ്റും. ഒരു സെക്കൻഡ് ഇപ്പൊ കങ്കൂറ പോലും ഫ്രീസ് ആയി പോവും. സാസുരയുടെ യാതൊരു ശബ്ദവും ഇപ്പൊ പുറത്തേക്ക് കേൾക്കില്ല. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗെ ആവട്ടെ കുട്ടപ്പനും ടീംസിനുള്ള മിഷൻ കൊടുക്കും. അത് കേട്ട് കലി കയറി ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, 2.5 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് സീറാങ് മിഷനാണോ തരുന്നേ, നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗെ ആന്റി പറയും, ആദ്യം നിനക്ക് തന്ന മിഷൻ അത് നീ കറക്റ്റ് ആയിട്ട് ചെയ്യ്, എങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലിയ മിഷൻസ് ഞാൻ നിനക്ക് തരാം. അത് കേട്ട് കുട്ടപ്പൻ അവൻ വീണ്ടും ചീത്ത പറയാൻ ഒരുങ്ങുമ്പോ സാക്കുറ ആവട്ടെ അവന്റെ വാ പൊത്തിപ്പിടിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് ആ ഒരു സൈബർ ലേഡി അവൾ ഓടി വരും. എന്നിട്ട് സാൻഡ് വില്ലേജിൽ നിന്ന് കിട്ടിയ ആ ഒരു ലെറ്റർ ഇപ്പൊ ഹൊക്കാഗെക്ക് കൊടുക്കും. ഹൊക്കാഗെ അത് വായിച്ച് ഷോക്കാവുന്ന അതേ സമയത്ത് ഇവിടെ കങ്കൂറ ആവട്ടെ അവന്റെ പപ്പടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മണ്ണ് അത് പുറത്തേക്ക് വരുന്നത് കണ്ട് ഷോക്കായി പോവും. അപ്പോഴായിരിക്കും കങ്കൂറയ്ക്ക് മനസ്സിലാവുക വില്ലൻ അവൻ സാൻഡ് ഉപയോഗിച്ച് ഒരു ഷീൽഡ് തീർത്തു. ഉടനെ കുട്ടപ്പൻ ഇപ്പൊ ഹൊക്കാഗയോട് ചോദിക്കും, എന്തുപറ്റി, എന്താണ് ആ ലെറ്ററില്? അതിന് ഹൊക്കാഗ പറയും, സാൻഡ് വില്ലേജിൽ നിന്ന് അക്കാസ്കെ ഓർഗനൈസേഷനിലുള്ളവര് ഗാറയെ തട്ടിക്കൊണ്ടുപോയി, നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണം. ആ ലെറ്റർ കാണുമ്പോ ഇപ്പൊ ഹൊക്കാഗയ്ക്ക് മനസ്സിലാവും പ്രശ്നം അത് ഗുരുതരമാണ്. ഹൊക്കാഗെ ഒട്ടനെ ടീം കാക്കാഷി നിങ്ങൾ എത്രയും പെട്ടെന്ന് സാൻഡ് വില്ലേജിലേക്ക് പോവുക, അവിടെ എത്തി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവിടേക്ക് എത്തും. കട്ട് ചെയ്ത ഇവിടെ കങ്കൂറ ആവട്ടെ ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കങ്കൂറ തലകുത്തി മറിഞ്ഞിട്ടും ആ ഒരു വില്ലന് ഒരു പോറല് പോലും ഏൽക്കില്ല. കങ്കൂറ വീണ്ടും ഇപ്പൊ ഒരുപാട് പോയിസൺ നീഡിൽസ് എടുത്ത് അവന് നേരെ വലിച്ചെറിയും. പക്ഷെ വില്ലൻ അതും ഹായായിട്ട് തട്ടിത്തെറിപ്പിച്ച്, എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല, നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തന്നെ
ഞാൻ കൊന്നുകളയാൻ പോവുകയാണെന്ന് വില്ലനാവട്ടെ ഇപ്പൊ കങ്കൂറയോട് പറയും. വില്ലൻ അവന്റെ വാല് വളച്ച് അങ്ങനെ തന്നെ കങ്കൂറയുടെ മുൻപിലേക്ക് വരുമ്പോ കങ്കൂറ ആവട്ടെ ഹൈ പവർ ഷീൽഡ് അല്ല ഒരു പപ്പടിനെ എടുത്ത് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കും. വില്ലന്റെ വാല് ആ ഒരു ഷീൽഡിൽ കൊണ്ട് അങ്ങനെ തന്നെ തകർന്നു പോവും. കങ്കൂറ ചിരിക്കും, നിനക്കൊരിക്കലും ഈ ഒരു ഷീൽഡ് അത് തകർക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ വില്ലൻ പറയും, എല്ലാ പപ്പടിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും, ഇതിനൊരു വീക്ക് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനാവട്ടെ അവന്റെ വാലുകൊണ്ട് ചുരുട്ടി ആ ഒരു പപ്പടിനെ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഒരൊറ്റ അടി. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ കങ്കൂറ വണ്ടറടിച്ച് നിൽക്കുമ്പോ വില്ലൻ വീണ്ടും അവന്റെ ടെയിലുമായിട്ട് കങ്കൂറയുടെ തൊട്ടടുത്തെത്തും. കട്ട് ചെയ്ത ഇവിടെ ടെമരി ആവട്ടെ ഇപ്പൊ ഹായ് ആയിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവളുടെ ചായ ഗ്ലാസ് അത് പതിയെ പൊട്ടാൻ തുടങ്ങും. അവൾക്ക് കാര്യം മനസ്സിലാവില്ല, പക്ഷെ അവൾക്കൊന്നു മാത്രം മനസ്സിലാവും, എവിടെയോ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇവിടെ കങ്കൂറെ അട്ടിച്ചു തെറിപ്പിക്കാൻ നേരം കങ്കൂറെ ആവട്ടെ വീണ്ടും ഒരുപാട് കത്തികള് അവന് നേരെ എറിയും. പക്ഷെ വില്ലൻ അവൻ വീണ്ടും അവന്റെ വാല് വട്ടം കറക്കി ആ കത്തികളെല്ലാം തന്നെ ഇപ്പൊ തെറിപ്പിച്ചു കളയും. കങ്കൂറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സാസുരി പറയും, നീ തെറ്റായ ഓപ്പണന്റിനെയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വില്ലൻ പറയും, നിന്റെ ഓരോ പപ്പടിലും നീ ഹിഡൻ പോയിസൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിന്റെ 3 പപ്പടുകളെയും ഞാൻ ഞൊട്ടിയിടയില് ഇപ്പൊ തകർത്ത് കളയെന്ന് പറഞ്ഞ് വില്ലൻ അവന്റെ വാല് വെച്ച് ആ 3 പപ്പടുകളെയും അടിച്ച് തകർക്കും. കങ്കൂറയ്ക്കാണെ ഒന്നും മനസ്സിലാവില്ല, എന്താ സംഭവിക്കണേന്ന് കരുതി അവൻ വണ്ടറടിച്ച് നിൽക്കുമ്പോ വില്ലൻ പറയും, നിന്റെ ഈ 3 പപ്പടുകളെയും ക്രിയേറ്റ് ചെയ്തത് അത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജില് ജിറയമാമനാവട്ടെ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ ഏതോ ഒരു പോക്കറാച്ചി തവള ഇപ്പൊ മാമന്റെ മുഖത്ത് വന്നിരിക്കുമ്പോ മാമനാവട്ടെ അതിനെ തട്ടിത്തെറിപ്പിക്കും. അത് വിട്ടുകൊടുക്കില്ല. അത് തിരിച്ചു വന്ന് വീണ്ടും മാമന്റെ മുഖത്ത് തന്നെ ഇപ്പൊ ഒന്നിനു പോകുമ്പോ മാമന് കലി കയറി അതിനെ വീണ്ടും വലിച്ചെറിയും. അപ്പോഴായിരിക്കും മാമൻ അതിന്റെ പുറത്ത് ഒരു സ്ക്രോള് കാണാം. മാമൻ ഷോക്കായിട്ട് ആ ഒരു സ്ക്രോൾ എടുത്ത് വായിക്കുമ്പോഴായിരിക്കും ഗാറയെ തട്ടിക്കൊണ്ടു പോയ കാര്യം അറിയുക. മാമനോട്ടനെ ഇപ്പൊ റെഡിയായിട്ട് സാൻഡ് വില്ലേജിലേക്ക് പുറപ്പെടാൻ തുടങ്ങും. ഇവിടെ കങ്കൂറ ആവട്ടെ അവനെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണ് അതാരാണെന്ന് കങ്കൂറയ്ക്ക് പിടികിട്ടിയത്. അപ്പൊ നീയാണോ ലെജൻഡറി പപ്പറ്റ് ക്രാഫ്റ്റ് മാൻ എന്ന് അവൻ ചോദിക്കും. അതിന് വില്ലൻ ചിരിച്ചിട്ട് പറയും, എന്റെ പേര് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാല്ലേ, എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അത് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ കങ്കൂറയ്ക്ക് നേരെ തിരിയും. കങ്കൂറ പറയും, 20 വർഷങ്ങൾക്ക് മുൻപ് നീ ഇവിടം വിട്ടു പോയതല്ലേ, ഇപ്പൊ എന്തിന് എങ്ങനെ ഇവിടേക്ക് തിരികെ വന്നു ചോദിക്കുമ്പോ അതിന് വില്ലൻ പറയും, നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. അപ്പൊ അതേസമയം കങ്കൂറ ആവട്ടെ ഇപ്പൊ അങ്ങനെ തന്നെ താഴേക്ക് വീഴും. കാരണം മുൻപുണ്ടായ ഫൈറ്റില് ആ ഒരു വില്ലൻ കങ്കൂറയുടെ ബോഡിയിലേക്ക് പോയിസൺ ഇഞ്ചക്ട് ചെയ്തിരുന്നു. വില്ലൻ കങ്കൂറെ പിടിച്ചു വലിച്ച്, നീ ഉടനെ ഒന്നും തീർച്ചയായിട്ടും മരിക്കില്ല, 3 ദിവസം വേദന എടുത്ത് പൊളഞ്ഞു മാത്രമേ നീ മരിക്കൂ. വില്ലൻ നടന്നു മുൻപോട്ട് പോകുമ്പോ ഇവിടെ കങ്കൂറയുടെ ബോധം അത് പതിയെ മറഞ്ഞു പോകും. പക്ഷെ അവിടേക്ക് സാൻഡ് വില്ലേജിലെ ആൾക്കാരെത്തി ഇപ്പൊ കങ്കൂറയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ സാൻഡ് വില്ലേജിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. മാമൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് ഗാറയെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ തുടങ്ങും. അതിന് ഹൊക്കാഗ പറയും, സാൻഡ് വില്ലേജിനെ സഹായിക്കാനാണ് ഇവർ 3 പേരും ഇപ്പൊ അവിടേക്ക് പോകുന്നത്. അത് കേട്ട് മാമൻ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ കുട്ടപ്പനെ ഇവരുടെ കൂടെ വിട്ടാല് അത് വലിയ ആപത്താണ്. അക്കാസ്കി ഓർഗനൈസേഷൻ കുട്ടപ്പന് വേണ്ടിയാണ് ഇത്രയും നാളായിട്ട് കാത്തിരിക്കുന്നത്. അതിന് ഹൊക്കാഗ പറയും, എന്റെ മുൻപില് ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. മാമനാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ മാറ്റി നിർത്തി പറയും, നീ ഇനി മുതൽ വളരെയധികം സൂക്ഷിക്കണം. അതിന് കുട്ടപ്പൻ പറയും, ഇനി എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, അവർക്കൊരിക്കലും എന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ അതിന് മാമൻ പറയും, നീ ഒരിക്കലും ഒരുപാട് ദേഷ്യപ്പെടരുത്, ആ ഒരു മോൺസ്റ്ററിന്റെ പവർ അത് നീ ഒരിക്കലും പുറത്തെടുക്കരുതെന്ന് പറഞ്ഞ് മാമനാവട്ടെ ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് നടക്കും. മാമൻ കാക്കാഷിയോട് പറയും, കുട്ടപ്പന്റെ മേലെ ഒരു കണ്ണു വേണം. പക്ഷെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ സാൻഡ് വില്ലേജിലേക്ക് ഓടാനായിട്ട് ആരംഭിക്കും. ഇറൂക്കയും ജിറയമാമനും ഹൊക്കാഗെ ആന്റിയും എല്ലാവരും അത് നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.